ഇന്ന് നിങ്ങൾ ഇശാ നിസ്കരിച്ചില്ലേ? ഇതിന്റെ ഒരു പ്രതിഫലം ഇമാമുന ശാഫഈ തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നിസ്കാരത്തിന്റെ ഒരു വിഹിതം ഇമാമുന ശാഫഈ തങ്ങളിലേക്ക് എത്തുകയാണ്. എങ്ങനെയാണ് നിസ്കാരമെന്ന് പഠിപ്പിച്ചു തന്ന നമ്മുടെ മദ്ഹബിന്റെ ഇമാമാണ്. ലോകത്തുള്ള എല്ലാവരുടെയും നന്മയുടെ ഒരു പ്രതിഫലം ഹബീബായ തങ്ങളിലേക്ക് എത്തുകയാണ്. കാരണം മിഫ്താഹു ബാബി റഹ്മത്തില്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നന്മയും നമുക്ക് നൽകിയ നേതാവാണ്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള വലിയ മഹബ്ബത്ത് ഖൽബിൽ നിറച്ചു തന്ന് അവസാനം അതാ അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്നൊരു മരണം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ജനങ്ങളെ, ഒരു നേരത്തെ നിസ്കാരവും ഖളാ ആക്കല്ലേ. സിനിമ കണ്ട് സമയം കൊല്ലല്ലേ. സോഷ്യൽ മീഡിയയിലാണെങ്കിലും വൃത്തികേട് ചെയ്യല്ലേ. കളവ് എഴുതല്ലേ, പറയല്ലേ, ഷെയർ ചെയ്യല്ലേ, ലൈക്ക് ചെയ്യല്ലേ. കാരണം കളവ് നരകത്തിലേക്കുള്ളതാണ്, ശരി സ്വർഗത്തിലേക്കുള്ളതാണ്. പറയേണ്ടത് മാത്രം പറയണം, മാന്യതയില്ലാത്തതിൽ ഇടപെടരുത്, വൃത്തികെട്ട പ്രേമങ്ങളുടെ ലോകത്ത് പോകരുത്. എന്റെ ഈമാനുള്ള ഉമ്മപെങ്ങന്മാരെ, നിങ്ങളോട് ദേഷ്യമില്ല, നിങ്ങളോട് ഈമാനിന്റെ ഭാഷയിൽ സ്വർഗം കിട്ടണമെന്ന ആഗ്രഹമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വൃത്തികെട്ട കാഴ്ചകളിൽ നിന്ന് വിട്ടുനിന്ന് മാന്യമായ വസ്ത്രം ധരിച്ച് തഖ്വയോടെ ജീവിച്ച് തെരുവിൽ കറങ്ങി ഇസ്ലാമിന്റെ നിയമം ലംഘിക്കാതെ ടൂ വീലറിൽ കറങ്ങി മുഅ്മിനത്തിന്റെ മാന്യത കളയാതെ തെരുവിൽ ഉലാത്തിയിട്ട് സ്വലാഹിയത്തിന്റെ ചിഹ്നം പണയം വെക്കാതെ തഖ്വയോടെ ജീവിക്കണേ. ഇവിടുത്തെ ഒരു 50 കൊല്ലത്തെയോ 60 കൊല്ലത്തെയോ ജീവിതം അങ്ങനൊന്ന് നിയന്ത്രിച്ചാൽ അനന്തമായ സ്വർഗം കിട്ടാനുണ്ട്. അല്ലാഹ്, ഞങ്ങളെല്ലാം മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കാണിച്ചു തന്ന് അവിടത്തോടൊരു വിസ്വാല് നൽകിയിട്ട് അവസാനം യാ ആശിഖീന തവല്ലഹു ഫീ ഹുബ്ബിഹി, ആ ഹുബ്ബിന്റെ ലോകത്തൊന്ന് ചേർത്ത് തന്ന് ഞങ്ങളുടെ മരണം തങ്ങളെ ആസ്വദിച്ചുകൊണ്ട് കിടക്കുന്ന ഖബറിലേക്കാണെങ്കിൽ അതൊരു പുതിയ ജന്മമാണ്. അല്ലാഹ്, ആഖിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. ഹിദായത്തിന്റെ കാരണക്കാരായി, ഹിദായത്തിന്റെ സ്രോതസ്സുകളായി ഞങ്ങളെയും ഇതാ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുതഅല്ലിമുകളെയും സുന്നത്തു ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളിലെ മുതഅല്ലിമുകളെയും നീ സ്വീകരിക്കണം അല്ലാഹ്.